ചെറിയ പ്രായത്തിൽ നമ്മുടെ ചെറിയ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചില വികാരങ്ങളാണ് ഈ ദൈവവും മനുഷ്യന്റെ, അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതൊക്കെ പണ്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ചെറിയ മനസ്സുകളിൽ പക്ഷേ ഇതൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രമാത്രം, നമ്മൾ രണ്ട് ജാതി, ശരിയാ, ഒരാണ് ഒരു പെൺജാതി ആണ്, നമുക്ക് ജാതി വേണം അങ്ങനെ വേർതിരിക്കാം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ജാതിയും നമ്മളെ പഠിപ്പിക്കുന്ന, അതായത് അവർ ഓരോരോ മനുഷ്യന് തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ചെറിയ കുട്ടികളുടെ ബോധ മനസ്സിലേക്ക് പല കാര്യങ്ങളും കയറ്റി, വിഷം പോലുള്ള വസ്തുക്കൾ കയറ്റിവിടുമ്പോഴാണ് നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ ഇതിലായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം, കുട്ടികളെ നന്മ മാത്രം പഠിപ്പിക്കുക. അക്ഷരലോകത്ത് നിന്ന് നന്മകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്ക് ആവശ്യമാണ്. അവർ ചെയ്യണം നന്മകൾ, അല്ലാണ്ട് ഇല്ലാതെ ദൈവങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്നെ ഓടാനേ പാടില്ല. എനിക്കിപ്പോൾ ആരും ഇഷ്ടമില്ല, എൻ്റെ അള്ളാനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതാണ് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. എന്തിനാപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യം, നമുക്ക് അതേ ഉണ്ടാവുള്ളൂ. നമ്മളെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട്, ദൈവമല്ല നമ്മളെ ഈ രൂപത്തിലാക്കി ഈ പരലോകത്ത്. അല്ല താത്ത, ഈ പരലോകത്തെ പറ്റി നിങ്ങളിങ്ങനെ ആചാരമായി സംസാരിക്കുന്നുണ്ട്. ഈ പരലോകത്ത് പോയവരാരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിരുന്നോ, അല്ലെ നിങ്ങളോട് സംസാരിച്ചിരുന്നോ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സങ്കല്പമല്ലേ ഈ പരലോകവും ദൈവമല്ലോ, അല്ലേ? അപ്പൊ നമ്മള് പരലോകമല്ല, നമ്മളിന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അത്രയൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളെ പട്ടിണി മാറ്റാൻ കഴിയുന്നുണ്ട്, അതാ നമ്മൾ നോക്കണ്ടേ. അല്ലാണ്ട് മരിച്ചതിന് ശേഷം എവിടെ എൻ്റെ താത്ത ഹിന്ദുക്കളെ കൊണ്ടുപോയിട്ട് തീയിൽ വെച്ചിട്ട് ചുട്ട് കരിച്ചു കളി, സത്യമല്ലേ? നിങ്ങളെ കൊണ്ടുപോയിട്ട് ഖബർസ്ഥാനിൽ കവറടക്കും, സത്യമല്ലേ? ശരീരം അങ്ങനെ കെട്ട് അലിഞ്ഞങ്ങ് ഭൂമിയിലേക്ക് ഇല്ലാണ്ടാവും. ഹിന്ദുക്കളെ തന്നെ കത്തിയിട്ട് വെണ്ണീരായി, അതായത് പുക മുകളിലേക്ക് പോയി വെണ്ണീരായിട്ട് ഭൂമിയിലേക്ക് ലയിക്കും. ഒരു ക്രിസ്ത്യൻസ് ആണെങ്കിൽ പെട്ടിയിൽ അടക്കം ചെയ്താൽ അവിടെ നിന്ന് ചീഞ്ഞളിഞ്ഞ് ആ ശരീരം അവിടെ നശിക്കും. പിന്നെ നമുക്ക് എന്ത് സ്വർഗാന്ന് നമ്മൾ